മലയാള സിനിമയിലെ താരപുത്രന്മാർക്കും താരപുത്രിമാർക്കുമിടയിൽ നിന്ന് മെഡിക്കൽ മേഖല തിരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട്. അതിലൊരാൾ നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷിയാണ്. മീനാക്ഷിയുടെ പഠനം അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്ന് വേണം പറയാൻ. ദിലീപ് സ്വപ്നം കണ്ട പോലെ മീനാക്ഷി MBBS പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്തു വരികയാണ്. മെഡിക്കൽ മേഖലയുടെ ആഴങ്ങളിൽ എത്തുകയെന്ന ലക്ഷ്യമാണ് ഹൗസ് സർജൻസി കൊണ്ട് പൂർത്തിയാകുക. ശ്രദ്ധയും ആത്മസമർപ്പണവും ആവശ്യമായ ഘട്ടമാണിത്. തനിക്കൊരു തിട്ടവുമില്ലാത്ത മേഖലയിലൂടെയാണ് മകൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുന്നതെന്ന് ദിലീപ് ഓർക്കുകയാണ്. പഠനം കഴിഞ്ഞാൽ മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്യാൻ ഒരു മേഖല തിരഞ്ഞെടുത്തു കഴിഞ്ഞു. സിനിമയിൽ വരുമോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ നിരന്തരമായി ഉയരുമ്പോഴും മീനാക്ഷിയുടെ പഠനം മൊത്തത്തിൽ പൂർത്തിയായാൽ സിനിമാ മേഖലയ്ക്കും ഗുണം ചെയ്യും. അവിടെയാകും മകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് അച്ഛൻ ദിലീപ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അത്രയും കേട്ടതും മകൾ ഇപ്പോഴേ അച്ഛന് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചോ എന്ന് അവതാരകയുടെ ചോദ്യവുമെത്തി. അത് തിരിച്ചാണ് സംഭവിക്കുന്നതെന്നാണ് ദിലീപ് പറഞ്ഞത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമെല്ലാം താൻ മകളെ ഉപദേശിക്കാറുണ്ടെന്നാണ് ദിലീപ് പറഞ്ഞത്. മീനാക്ഷിയെ കാണുമ്പോൾ തന്നെ ഒരു പാടുപോലുമില്ലാത്ത മുഖം പലരും ശ്രദ്ധിച്ചു കാണും. മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യവും പരിചരണവും ഉറപ്പുവരുത്തുന്ന ഡെർമറ്റോളജിയിലാകും മീനാക്ഷി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൊച്ചിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മീനാക്ഷി ഉന്നത പഠനത്തിനായി ചെന്നൈയിലേക്ക് ചേക്കേറി. പിന്നീട് സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട് അനുജത്തി മഹാലക്ഷ്മിയെയും ഇങ്ങോട്ട് തന്നെ എത്തിച്ചു. മകൾ പഠനത്തിനായി നടത്തിയ കഷ്ടപ്പാടുകൾ എത്രത്തോളമുണ്ടെന്ന് ദിലീപ് മനസ്സിലാക്കിയിരുന്നു. തന്നാൽ കഴിയുന്ന സഹായമെല്ലാം അച്ഛൻ എന്ന നിലയിൽ ദിലീപ് നിറവേറ്റുകയും ചെയ്തു. അതേസമയം ഇതിനെല്ലാം പ്രാർത്ഥനകളും വഴിപാടുകളുമായി മനസ്സുകൊണ്ട് കൂടെ തന്നെയുണ്ട് മഞ്ജു എന്ന അമ്മയും. ഓരോ പിറന്നാൾ ദിനത്തിലും മുടങ്ങാതെ മീനാക്ഷിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടുകൾ കുറച്ചൊന്നുമല്ല. മകൾ ഉയരങ്ങൾ കീഴടക്കണമെന്ന് എല്ലാ അമ്മമാരെയും പോലെ മഞ്ജുവും ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥനയോടെ മകൾക്കൊപ്പം എന്നുമുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്.